ഗൈസ് എല്ലാവർക്കും വിട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൺഡേ, അതായത് ജനുവരി 6 മാർക്കറ്റിൽ മാർക്കറ്റ് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ ആക്കി ഈ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഡേ ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, ഡേ ടൈം ഫ്രെയിം നമുക്ക് ഫസ്റ്റ് അനലൈസ് ചെയ്യാം. ഡേ ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഓൾറെഡി ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് വന്നത്. ഓക്കെ, ആ ഒരു സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ഓൾറെഡി എടുത്തു. 23,400 എന്ന് പറയുന്ന സപ്പോർട്ട് മാർക്കറ്റ് എടുത്തു. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ആയിരുന്നു. ഓക്കെ, കാരണം ഡേ ടൈം ഫ്രെയിമിൽ ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് എടുക്കുന്നത് കാണാൻ പറ്റും. രണ്ട് നല്ല സ്ട്രോങ് ക്യാൻഡിൽ വന്നു. പിന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ബുൾ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഒരു റീടെസ്റ്റ് അത് എന്തായാലും ചെയ്യണം, കാരണം ഈ ഒരു EMA എന്തായാലും റീടെസ്റ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സപ്പോർട്ട് നമുക്ക് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് സപ്പോർട്ട് ഇവിടെ വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. ഇതൊരു സപ്പോർട്ടാണ്, ഇതൊരു സപ്പോർട്ടാണ്, ഇവിടെ ഉണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് വരയ്ക്കാം. ഓക്കെ, സപ്പോർട്ട് വരച്ചാൽ ഓക്കെ, സപ്പോർട്ട് ഞാനിപ്പോൾ വരയ്ക്കുന്നത് കാണാൻ പറ്റും. അതായത് ഡേ ടൈം ഫ്രെയിമിലാണ് ഈ ഒരു ക്യാൻഡിലും, അതായത് നിങ്ങൾക്ക് ഡേ ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽസ് ഒക്കെ കാണാൻ പറ്റും. ഇതിന്റെ ലോ യോജിപ്പിച്ചുകൊണ്ടാണ് ഞാനൊരു സപ്പോർട്ട് വരച്ചത്. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ടും വരച്ചത്. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു സപ്പോർട്ടിന് മേലെയാണ് ഉള്ളത്. ഓക്കെ, EMA മേലെ. നെക്സ്റ്റ് ഈ ഒരു EMA ഈ ഒരു സോണിൽ നമുക്കൊരു നെക്സ്റ്റ് ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, ഡേ ടൈം ഫ്രെയിമിലാണ് കേട്ടോ. ഡേ ടൈം ഫ്രെയിം നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് ഈ ഒരു ഇവിടെ ഉണ്ട്. ഇത് മുകളിലോട്ടൊക്കെ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും ഹൈ OA എവിടെയാണ്, ഏത് പ്രൈസാണ് ഉള്ളത് നോക്കാം. ഹൈ OA ഉള്ളത് അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അതായത് ഈ മാർക്കറ്റ് നിൽക്കുന്നതിന് നെക്സ്റ്റ് ഹൈ OA എന്ന് പറയുന്നത് 24,200 ആണ്. ഓക്കെ, നമുക്കിത് ഡേ ടൈം ഫ്രെയിം ഇട്ടിട്ടാണ്. നമുക്ക് നേരെ 1 hour ടൈം ഫ്രെയിമിലോട്ട് പോയി നോക്കാം. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ OA എവിടെയാണുള്ളത്. ഇപ്പൊ നമ്മളിപ്പോൾ അതായത് ഡേ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഈ ഒരു സോൺ ഐഡന്റിഫൈ ചെയ്തല്ലേ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സോണിന്റെ ഉള്ളിലൂടെ തന്നെ മാർക്കറ്റ് വന്നിട്ട് തിരിച്ചു കയറിപ്പോയി. വീണ്ടും ഈ ഒരു സോണിലോട്ട് മാർക്കറ്റ് എൻ്റർ ആയി. ഇവിടുന്ന് വീണ്ടും തിരിച്ചു കയറിപ്പോയി. അപ്പോ ഇനി അങ്ങോട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയ ഇതൊരു നല്ല സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. കാരണം ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറി. ഇത് 1 hour ടൈം ഫ്രെയിമിലെ സപ്പോർട്ടാണ്. 1 hour ടൈം ഫ്രെയിമിലെ സപ്പോർട്ട് അറിയാലോ. 1 hour ടൈമിലെ സപ്പോർട്ട് ഡേ, അതായത് ഇൻട്രാഡേ ട്രേഡിംഗിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇവിടുന്ന് തന്നെ നിങ്ങൾ വന്ന് ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് വന്ന് ഇവിടുന്ന് ബൈ ചെയ്ത്, ഒരിക്കലും അങ്ങനെയൊന്നും ബൈ ചെയ്യരുത്. കാരണം നിങ്ങളുടെ സ്ട്രാറ്റജി വരണം. ഓക്കെ, നിങ്ങളുടെ സ്ട്രാറ്റജി വന്ന് ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജിയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി ട്രേഡ് എടുക്കാം. അല്ലാണ്ട് ഇപ്പൊ ജസ്റ്റ് ഇവിടെ വരെ വന്നെന്ന് വെച്ചാൽ നമുക്കൊരു സപ്പോർട്ട് സോൺ ആണ്, ഇവിടുന്ന് ബൈ ചെയ്യാന്ന് പറഞ്ഞാൽ ബൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ട്രേഡിങ്, ഞാൻ എടുക്കുന്ന ട്രേഡ് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ഞാൻ സ്പോട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒരു ട്രേഡ് ഫസ്റ്റ് ട്രേഡ് ഇവിടുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് ലോങ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഷോർട്ട് ആയിരുന്നു ചെയ്തു. ഫസ്റ്റിനെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ക്യാൻഡിലിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ടാർഗറ്റ് ഇവിടം വരെയാണ് വെച്ചത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഷോർട്ട് ചെയ്തത് ഇവിടുന്ന് ഇവിടം വരെ ടാർഗറ്റ് ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. ഓക്കെ, ചെറിയൊരു SL ആണ്. ഇവിടുന്ന് എൻട്രി എടുത്തു. 2 ക്യാൻഡിൽ വെയിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് നമുക്ക് 20 പോയിന്റ് നമുക്ക് മൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ റിവേഴ്സ് അടിച്ചു. നമ്മൾ ഇവിടെ എക്സിറ്റ് അടിച്ചു. ഫസ്റ്റ് നമുക്ക് കറക്റ്റ് സ്പോട്ട് എക്സിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന സൈഡിൽ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആ ഒരു അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് ട്രേഡ് ഇവിടെ നെക്സ്റ്റ് ട്രേഡ് കൊടുത്തിട്ടില്ല. പക്ഷേ നെക്സ്റ്റ് ട്രേഡ് ഞാൻ എക്സാക്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട്, അതായത് ഞാൻ ഈ വീഡിയോ വാട്സ്ആപ്പിന്റെ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നെക്സ്റ്റ് ഞാൻ ഇവിടുന്നാണ് എൻട്രി എടുക്കാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ട്രേഡ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എക്സാക്ട് ഞാൻ ഈ ഒരു ടാർഗറ്റ് വരെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ചെറിയൊരു SL കൂടി. ഓക്കെ, നമുക്ക് ചെറിയൊരു SL കൂടി നമുക്ക് ഇവിടെ കിട്ടി. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ടാർഗറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫുൾ ടാർഗറ്റ് 1:3 ആയിരുന്നു. 1:3 ഇവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റും 1:3 ടാർഗറ്റ് ആണെന്നൊക്കെ ഞാൻ ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടാണ് ഞാൻ ഒരു ട്രേഡ് അപ്ഡേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഇതുപോലെ ഞാൻ എടുക്കുന്ന എക്സാക്ട് ട്രേഡ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
നമ്മൾ ഓൾമോസ്റ്റ് കറക്റ്റ് ഇവിടുന്ന് എൻട്രി എടുത്തു. എന്തായാലും മാർക്കറ്റ് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ട്രേഡ് എടുത്ത പാടെ തന്നെ നമുക്ക് 1:4 3 ഒക്കെ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കും. മാർക്കറ്റ് റീടെസ്റ്റ് ഒക്കെ ചെയ്യും. ഓക്കെ, മാർക്കറ്റ് റീടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഒരിക്കലും ട്രേഡ് എടുത്ത പാടെ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി 5-10 മിനിറ്റ് നിങ്ങൾ ഒരു ട്രേഡ് എടുത്തു മാക്സിമം ഒരു 1 അവർ, അതായത് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലൊക്കെയാണ് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1 അവർ വെയിറ്റ് ചെയ്ത് പറ്റും. ഓക്കെ, 1 അവർ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ എഗെയിൻസ്റ്റ് ആണ് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ആവാം. ഇല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിക്ക് ഓരോ രീതി ഉണ്ടാവുള്ളൂ. ഈ ഇന്ന സ്ട്രാറ്റജി ഇന്ന രീതിയിൽ വന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഞാൻ എക്സിറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പം എനിക്ക് ഇവിടെ ഒന്നും എക്സിറ്റ് വന്നിട്ടില്ല. ഇവിടം വരെ നമുക്ക് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാം. കാരണം ഇതിന്റെ മേലെ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ നല്ല റിജക്ഷൻ വന്നു, മാർക്കറ്റ് ഇവിടെ നിന്ന് ഇറങ്ങി ഓൾമോസ്റ്റ് 1.3, ഓൾമോസ്റ്റ് അല്ല എക്സാക്ട് 1.3ന്റെ മേലെ നമുക്ക് ടാർഗറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ കയറി ജോയിൻ ചെയ്യാൻ അപ്ഡേറ്റ് സ്പോട്ട് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇന്നലത്തെ എന്റെ ട്രേഡ്, അതായത് ലാസ്റ്റ് ഫ്രൈഡേയിലെ ട്രേഡ്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ ഞാൻ ഇവിടെ, അതായത് അതിന്റെ ഫ്രൈഡേന്റെ അത് പിറ്റേ ദിവസം ഞാൻ ഈ ഒരു ഇവിടെ ഒരു നമുക്കൊരു പി ബൈ ചെയ്യേണ്ട ഒരു സെറ്റപ്പ് ആയിരുന്നു നോക്കിയത്. പക്ഷെ അന്നത്തെ മാർക്കറ്റ് ശരിക്കും സ്ട്രോങ് ബുള്ളിഷ് മാർക്കറ്റാണ്. സ്ട്രോങ് ബുൾ മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യില്ല. അത് നിങ്ങൾ ആദ്യം പഠിച്ചു നോക്കണം. സ്ട്രോങ് ബുൾ മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ ഏത് ഡേ ഫ്രെയിമോ ഇല്ല 1 അവറോ ഏത് ടൈം ഫ്രെയിം ആയിക്കോട്ടെ സപ്പോർട്ട് ഒരിക്കലും വർക്ക് ചെയ്യില്ല. അതൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ആ മാർക്കറ്റിന്റെ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് അന്നത്തെ എന്റെ ട്രേഡിന്റെ അപ്ഡേറ്റ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇപ്പോൾ നമ്മൾ 15 മിനിറ്റ് ആണ്. ഇനി 15 മിനിറ്റ് നമുക്ക് നേരെ 15 മിനിറ്റ് അനലൈസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് സപ്പോർട്ട് എവിടെ വരുന്നത്. എക്സാക്ട് നെക്സ്റ്റ് സപ്പോർട്ട് ഈ ഒരു സോൺ തന്നെയാണ്. ഓക്കെ, ഈ ഒരു സോണാണ് നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ FIന്റെ ഡേറ്റ, അതായത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു മാർക്കറ്റ് വന്നപ്പോൾ FIന്റെ ഡേറ്റ വളരെ ബിയറിഷ് ആയിരുന്നു. പക്ഷെ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് കയറിപ്പോയി. FIന്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും FIDI ഡേറ്റ മാത്രം നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കരുത്. കാരണം അവരെ പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രാറ്റജിയിൽ ട്രേഡ് വന്ന് എത്ര ബുൾ മാർക്കറ്റ് കിട്ടും, ഇതുപോലെ എത്ര ബുൾ മാർക്കറ്റ് വന്നാലും എത്ര ബിയറിഷ് മാർക്കറ്റ് വന്നാലും നമ്മുടെ സ്ട്രാറ്റജി വരാൻ നമ്മൾ ട്രേഡ് ഒരിക്കലും പ്ലേസ് ചെയ്യരുത്. ഓക്കെ, കാരണം അത് നമ്മുടെ ലോങ് ടൈമിൽ ഒരിക്കലും നമുക്ക് സക്സസ് ആവാൻ വേണ്ടി പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ നെക്സ്റ്റ് ഫസ്റ്റ് OI എവിടെയാണ്, അതായത് മാർക്കറ്റ് ഇവിടം വരെ വന്നു. ഫസ്റ്റ് സ്ട്രോങ് OI, അതായത് ഓപ്പൺ ലിസ്റ്റ് കോൺട്രാക്ട് ഓപ്പൺ ആയത് ഇവിടെയാണ് 24,200. ഓക്കെ, 24,200 എന്നുള്ളത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. നിങ്ങളുടെ ചാർട്ടിൽ ഈ ഒരു സോൺ മാർക്ക് ചെയ്ത് വെച്ചോളൂ, 24,200. ഓക്കെ, സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 24,200 എന്നുള്ളത് സ്ട്രോങ് റെസിസ്റ്റൻസ് തന്നെയാണ്. ഈ ഒരു സോൺ നിങ്ങളെ ചാർട്ടിൽ ഒരിക്കലും നിങ്ങൾ ചാർട്ടിൽ അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുമ്പോൾ ലൈൻ ഇട്ട് മാർക്ക് ചെയ്യാൻ പാടില്ല, ഓരോ സോൺ ആയിട്ട് മാർക്ക് ചെയ്യുക. കാരണം ഒരിക്കലും ലൈൻ ഒരു എക്സാക്ട് ഒരു പർട്ടിക്കുലർ ലൈൻ തട്ടി മാർക്ക് തിരിച്ചു വരില്ല, ഒരു സോണാണ്. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് ഒന്നുകിൽ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ചു കയറാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത് താഴോട്ട് ബ്രേക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു സോൺ ആയിട്ട് മാർക്ക് ചെയ്യുന്നതാണ് ബെസ്റ്റ്. ഓക്കെ, അപ്പം ഇതാണ് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഓക്കെ, അത് നമ്മുടെ സ്ട്രാറ്റജി കറക്റ്റായിട്ട് വരണം. ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, സ്ട്രാറ്റജിയും കൂടെ ആക്റ്റീവ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ കൺഫർമേഷൻ ട്രേഡ് എടുക്കാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ അത് എന്റെ ഇപ്പോഴത്തെ അനലൈസ് വെച്ചിട്ട് ഇപ്പൊ മാർക്കറ്റ് ഒരു ബിയറിഷ് മാർക്കറ്റ് ആണ്. സപ്പോസ് അതായത് ഈ ഒരു ഷോർട്ട് ടൈമിൽ ഡേയിൽ, ഓക്കെ, ഒരിക്കലും ലോങ്ങിലല്ല. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് നാളെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആയിട്ടൊക്കെ ഓപ്പൺ ആയി വെച്ചൊരു എക്സാമ്പിൾ നമുക്ക് ഈസി ആയിട്ട് ബൈ ചെയ്തിട്ട് പോകാൻ പറ്റും. കാരണം നെക്സ്റ്റ് ടാർഗറ്റ് ഇവിടം വരെ മാർക്കറ്റ് എന്തായാലും ഇറങ്ങും. ഓക്കെ, അഥവാ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു സ്ട്രോങ് ഇതൊക്കെ മാർക്കറ്റ് ഒരുപാട് ടൈം ഇവിടെ 15 മിനിറ്റ് ടൈം ഇത്രയും സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 1 ഡേ മാർക്കറ്റ് സ്പെൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓൾമോസ്റ്റ് 1 ഡേ ഇവിടെ സ്പെൻഡ് ആയിട്ടുണ്ട്. അപ്പം അത്രയും സ്ട്രോങ് സപ്പോർട്ട് ഇവിടെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ബൈയിങ് സോൺ ആണ്. ഓക്കെ, ഈ ഒരു സോൺ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് നേരെ 5 മിനിറ്റിലോട്ട് പോയി നോക്കാം. 4 മിനിറ്റ് 5 മിനിറ്റിലോട്ട് പോവാം. 5 മിനിറ്റിലും നിങ്ങൾക്ക് കാണാൻ പറ്റും 5 മിനിറ്റിലും ഇവിടെ നല്ലൊരു സപ്പോർട്ട്. ഇനി ഒരു ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈനൊക്കെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അതായത് നമുക്കിത് ഇത് യോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ലൈൻ നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. അതാ പറഞ്ഞത് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. കാരണം ഇവിടുന്ന് സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. കാരണം മാർക്കറ്റ് 1 2 3 4 5 വട്ടം ഈ ഒരു ട്രെൻഡ് ലൈൻ തട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഗ്യാപ്പ് അപ്പ് ആവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബൈ ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈസി ആയിട്ട് ബൈ ചെയ്യാം എന്ന് പറഞ്ഞത്. ഓക്കെ,
ഇനി നമുക്ക് നേരെ എഫ് ഐന്റെ പൊസിഷൻ എന്താണ് നമുക്ക് നോക്കിയാൽ ജസ്റ്റ് എഫ് ഐന്റെ പൊസിഷൻ നോക്കാം. എഫ് ഐന്റെ പൊസിഷൻ സെൻസിബിലിറ്റിയാണ് നമ്മൾ എഫ് ഐന്റെ പൊസിഷൻ നോക്കാൻ വേണ്ടി. എഫ് ഐന്റെ അതായത് പൊസിഷൻ എന്ന് പറയുന്നത് ജനുവരി 3 എഫ് ഐന്റെ പൊസിഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ബിയറിഷ് ആണ്. അതായത് എഫ് ഐ ബിയറിഷ് ആണ്. നമ്മളെ ക്ലൈന്റ് നമ്മളെ പോലത്തുള്ള ക്ലൈന്റും അതുപോലെ തന്നെ ഡി ഐ ഓൾമോസ്റ്റ് ഒരു ഡി ഐ മീഡിയം ബുള്ളിഷും ക്ലൈന്റ് സ്ട്രോങ് ബുള്ളിഷും ആണ്. ഓക്കെ, മാക്സിമം ക്ലൈന്റിന്റെ ഓപ്പോസിറ്റ് എഗെയിൻസ്റ്റ് ആണ് മാർക്കറ്റ് പോവാറ്. കാരണം ബിഗ് മണി നമ്മുടെ ആരാണ് എഫ് ഐ ആണല്ലോ. അപ്പം അവര് നമുക്കിട്ട് നമ്മളെ ട്രാപ്പ് ആക്കി അവർ പ്രോഫിറ്റ് എടുക്കാനേ ശ്രമിക്കാറുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് മൺഡേയിലെ നിഫ്റ്റി അതായത് ജനുവരി 6 മാർക്കറ്റ് നിഫ്റ്റി 50 മൂവ് ആകാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് സപ്പോർട്ട് ഓയിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സോൺ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും 23,000 ഓക്കെ 24,000 എന്നുള്ളത് ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. അതായത് ഓപ്പൺ OI ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ 24,000 എന്നുള്ളത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. പക്ഷേ ഞാൻ പറയാം എക്സാക്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് റിവേഴ്സ് അടിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, സപ്പോസ് ഇത് ബ്രേക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ഫോളോ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, പക്ഷെ ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഒരു വരവ് അനുസരിച്ച് മാർക്കറ്റ് പെട്ടെന്ന് ഫോളോ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു സോണിനുള്ള കളിച്ചിട്ട് മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ് മാർക്കറ്റ് ആകാനും ചാൻസ് ഉണ്ട്. പക്ഷേ എഫ് ഐ ബിഗ് മണി എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് നമുക്ക് നോക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരിക്കലും ഞാൻ ഒന്നുകൂടെ പറയാം, ഒരിക്കലും ബിഗ് മണി അതായത് എഫ് ഐന്റെ ഡി എൻ ഡാറ്റ നോക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്ത് നമ്മളൊരു പർട്ടിക്കുലർ നമ്മൾ ഒരു സ്ട്രാറ്റജി മാത്രം ഫോളോ ചെയ്യുക, അതിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പം എന്റെ ട്രേഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നേരെ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പം ഇതാണ് നിഫ്റ്റി 50ന്റെ അതായത് എന്റെ ഒരു അനാലിസിസ്. ഓക്കെ, ഇനി നിങ്ങളുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഒരു ട്രേഡ് എടുക്കാൻ പറയുന്നത്, ഞാനിപ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളായ രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അവിടെ വല്ല ചാൻസ് ഉണ്ടോ, മാർക്കറ്റ് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് കൂടി നോക്കി നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.